ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ അല്ല വിഷയം. കണ്ടില്ലേ, ഇപ്പോ ഒരു പണ്ഡിതനെ സംബന്ധിച്ച്, ആ പണ്ഡിതനും ഞാനും തമ്മിൽ ഒരുപാട് സംവാദം നടന്നതാണ് പല വിഷയത്തിലും. അത് നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളല്ല. പക്ഷെ ആ പണ്ഡിതനെ സംബന്ധിച്ച് മനോരോഗിയാണ്, ഞരമ്പ് രോഗിയാണ് എന്ന് പ്രസംഗിച്ചത് എന്തിന്റെ പേരില? പ്രസംഗിച്ചതിന്റെ കാരണം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. എന്താ സത്യം? മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തരുത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. അത് അദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം മനോരോഗിയാണ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇതെന്തൊരു ഫത്വയാണ്? ഇതെന്തൊരു ഫത്വയാണ്? ചോദിക്കട്ടെ, എന്തിന് മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തണം? ഏതെങ്കിലും ഒരു മഹല്ല്, കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹല്ല്, ആ മഹല്ലിലെ ജുമാഅത്ത് പള്ളി, ആ മഹല്ലിലെ മദ്രസ സമസ്ത നിർമ്മിച്ചിട്ടുണ്ടോ? സമസ്ത ഞങ്ങളുടേതാണ് സമസ്തയെന്ന് വാദിക്കുന്ന കക്ഷികൾ ഞങ്ങളുടേതാണ് മദ്രസ, ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മഹല്ല് എന്ന് വാദിക്കുന്നു. ആ വാദത്തിന് എന്താ അർത്ഥമുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടെ രൂപീകരിക്കുന്നത് 1926 അതിന്റെ സംഘടന രജിസ്റ്റർ ചെയ്ത് 30ന്റെ ശേഷം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പൊന്നാനി പള്ളി അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന സംഘടന ഉണ്ടാക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൊന്നാനി പള്ളി, പെരിങ്ങത്തൂർ പള്ളി, അതേ മാടായി പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, ആ പള്ളി എങ്ങനെ എത്രയോ കാലം കഴിഞ്ഞുണ്ടാക്കിയ സംഘടനയുടെ പള്ളിയാകുന്നത്? എന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ പള്ളിയാണ്, ഞങ്ങളുടെ സംഘടനയുടെ മദ്രസയാണ്. എന്തിന്റെ പേരിൽ? ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പുസ്തകം സ്വീകരിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ നമ്മള് NCERTയുടെ പുസ്തകം നമ്മുടെ സ്കൂളിലേക്ക് വാങ്ങും, ചിലപ്പോ വേറെ ഏജൻസിയുടെ പുസ്തകം വാങ്ങും. ആ പുസ്തകം വാങ്ങാൻ വേണ്ടി അവരുമായി ഒരു ടൈപ്പ് നടത്തുമ്പോഴേക്ക് ആ ഏജൻസിയുടേതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു കമ്മിറ്റി ഉണ്ടാവൂലേ? അതുപോലെ ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾ അവരുടെ ഉപ്പാപ്പയും ഉമ്മാമയും അവരുടെ മുൻഗാമികളും അവരുടെ കാതിലതും കയ്യിലതും ഒക്കെ എടുത്ത് ഉണ്ടാക്കിയ പള്ളികൾ അത് സമസ്തയുടെ പള്ളിയാണെന്ന് എന്തവകാശവാദമാണ് ഉന്നയിക്കുന്നത്? അത് സമസ്ത നമ്മളതാണെങ്കിലും നമ്മളങ്ങനെ ഒരു വാദം ഉന്നയിക്കില്ല. കാരണം അങ്ങനെ ഉന്നയിക്കാൻ വകുപ്പില്ല. സമസ്തയുടെ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സംഘടനകളാണ് ഉണ്ടാക്കിയത്. ആ സംഘടനകൾ അൽഹംദുലില്ലാഹ് നമുക്കറിയാം, വിദ്യാഭ്യാസ ബോർഡ് അത് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SYS സമസ്ത കേരള സുന്നി യുവജന സംഘം, നമ്മുടെ SYSന്റെ പേര് സമസ്ത കേരള സുന്നി യുവജന സംഘം. വേറെ ചിലരുടേത് അങ്ങനെ സമസ്ത ഇല്ല, അതിൽ അങ്ങനെ ഒരു പേരതിലില്ല. അതിരിക്കട്ടെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതുപോലെ നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ SMA, അതുപോലെ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതെല്ലാം സമസ്തയുടെ കീഴ്ഘടകങ്ങളായി ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നല്ലാതെ എവിടെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ? മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരത്തെ മുസ്ലിമീങ്ങളുടെ മഹല്ലുകളിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ മുബത്തദീകൾ പുതിയ വാദങ്ങൾ ഉന്നയിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ സമസ്ത വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കീഴ്ഘടകങ്ങൾ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുബത്തദികളെ കീഴടക്കിയപ്പോൾ, ബിദ്അത്തുകാരെ പുത്തനാശയക്കാരെ കീഴടക്കിയപ്പോ, ആ കീഴടക്കപ്പെട്ട കക്ഷികൾ മറ്റൊരു രൂപത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മഹല്ലുകൾ തകർക്കാൻ, മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജ്യേഷ്ഠനൊരു സംഘടനയിൽ, അനുജൻ വേറൊരു സംഘടനയിൽ, ചിലപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വരാം. അവരെ തമ്മിലടിപ്പിച്ച് ചോര ചിന്തിക്കാൻ, അതുപോലെ പള്ളികൾ അടച്ചുപൂട്ടാൻ. ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ പൈങ്ങോട്ടായി പള്ളി കോഴിക്കോട് ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ കൊണ്ടാണ് പൂട്ടിയതെങ്കിൽ, ചോദിക്കട്ടെ, ഈ സമസ്തയുടേതാണ് പള്ളി മദ്രസ എന്ന വാദം ഉന്നയിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ പള്ളി പൂട്ടിക്കിടക്കുന്നില്ലേ? ഷെഡുകളിൽ നിസ്കാരം നടത്തേണ്ടി വരുന്നില്ലേ? നേരത്തെ ബിദ്അത്തുകാർ കൊണ്ടുവന്ന ശിഥിലീകരണ പ്രവർത്തനം, അനൈക്യത്തിന്റെ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകാൻ ചില സംഘടനകൾ ഗൂഢമായ ശ്രമം നടത്തി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് വേദനിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ, രണ്ടിലും കക്ഷിയല്ലാത്ത ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വേദന പറഞ്ഞപ്പോ അദ്ദേഹത്തെ മനോരോഗി എന്ന് പറഞ്ഞ് പരിഹസിക്കാനല്ലേ കക്ഷികൾ ശ്രമിച്ചിട്ടുള്ളത്? ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് ഉണർത്തുകയാണ്. മഹത്തായ സമസ്തയെ തകർക്കാൻ വ്യാജരേഖയുണ്ടാക്കി, എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്തയെന്ന്
വ്യാജവാദം ഉന്നയിച്ച് എന്നിട്ട് ആ സമസ്തയുടേതാണ് കേരളത്തിലുള്ള പള്ളി മദ്രസകളെന്ന് വാദിച്ച് എല്ലാ മഹല്ലുകളിലും ഭിന്നിപ്പുണ്ടാക്കാൻ നേരത്തെ മുജാഹിദ് നടത്തിയ ശ്രമം, ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ശ്രമം, അതിനെ നമ്മുടെ സംഘടനകൾ അതാ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തിയപ്പോ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മഹല്ലുകൾ തമ്മിൽ തല്ലുണ്ടാക്കി പള്ളികൾ അടച്ചുപൂട്ടിയിട്ട് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ചിരിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ഈ മറുപക്ഷത്തുള്ള കക്ഷികൾ തീവ്രമായ ശ്രമം നടത്തുകയല്ലേ ചെയ്യുന്നതെന്ന് ബുദ്ധിയുള്ളവർ ആലോചിക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ SBS മുതൽക്ക് അതാ SSF മുതൽക്ക് SYS-ലൂടെ അതാ കേരള മുസ്ലിം ജമാഅത്തിലൂടെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഇവിടെ നന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് പ്രചോദനം നൽകാനാണ് ഈ മഹത്തായ സമ്മേളനമെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി ആരും തന്നെ സമസ്തയുടെ പേരും പറഞ്ഞ് അതാ സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ വന്ന് പള്ളികൾ നശിപ്പിക്കാൻ, പള്ളികൾ അടച്ചുപൂട്ടാൻ, മദ്രസകൾ അടച്ചുപൂട്ടാൻ ആരും രംഗത്ത് വന്നേക്കരുത്. വന്നാൽ നിയമപരമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിന് ചെറിയ SBS-ന്റെ മക്കൾ മുതൽക്ക് ഞങ്ങളെ പ്രായം ചെന്ന മഹാനായ സുലൈമാൻ ഉസ്താദ് വരെ പൂർണ്ണമായി രംഗത്തുണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഭവനങ്ങൾ പൂട്ടാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകൾ നശിപ്പിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഞങ്ങളെ ഉമ്മബാപ്പമാരോട് കടപ്പാടുണ്ട്. അതാ മുൻഗാമികൾ നിർമ്മിച്ച പള്ളികളും മഹല്ലുകളും ഖബർസ്ഥാനികളും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം പള്ളികൾ പൂട്ടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യടി വാങ്ങാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, തത്തുല്യ ചിന്താഗതിക്കാരായ ഏതെങ്കിലും വിദഗ്ധക്കാരെ അവര് കൂട്ടുപിടിച്ച് മഹല്ലുകൾ കൈയടക്കാൻ ശ്രമിക്കുമ്പോ തൃശൂർ ജില്ലയിൽ നമുക്കറിയാമല്ലോ, കൂരിക്കുഴിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. വിദഗ്ധത്തിന്റെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയിട്ട് നമ്മോട് നേരിടാനല്ലേ അതാ ശ്രമിച്ചിരുന്നത്. അതുപോലെ പല സ്ഥലത്തും വിദഗ്ധക്കാരെയും കൂട്ടിയിട്ട് മുസ്ലിങ്ങളെ പള്ളി തകർക്കാൻ, മുസ്ലിമീങ്ങളെ മദ്രസ തകർക്കാൻ ഈ കക്ഷികൾ ഇനിയും രംഗത്ത് വന്നാൽ ഈ 25,000 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലക്ഷങ്ങളല്ല, കോടികളല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന ബോധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയും സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒരു കാര്യം